ഹായ്, ഞാൻ ഡോക്ടർ ഹാരിസൺ. ഇന്ന് റീനൽ സ്റ്റോൺ അല്ലെ കിഡ്നി സ്റ്റോൺ അല്ലെ മൂത്രത്തിക്കല്ല് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം ധാരാളമായി കുടിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ അളവ് ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് നമ്മൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം അയാൾ നിർബന്ധമായും കുടിച്ചിരിക്കണം. മറിച്ച് പുറത്തധ്വാനിക്കുന്ന വെയിൽ കൊണ്ട് ഒരുപാട് വിയർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 3 മതിയാവില്ല, ഒരു 4 മുതൽ 5 ലിറ്റർ വെള്ളം വരെയെങ്കിലും അവർ കുടിക്കണം. നമ്മളുടെ ഒരു യൂറിൻ ഔട്ട്പുട്ട് ഒരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം നമുക്ക് യൂറിൻ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടണം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രധാനമായും കുറയ്ക്കേണ്ടത് നമ്മൾ ആനിമൽ സോഴ്സ് എന്നുള്ള പ്രോട്ടീനാണ്. ഉദാഹരണമായി ഇറച്ചി, പിന്നെ ചെമ്മീൻ, കക്ക, ഞണ്ട് പോലുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനുള്ളതാണ്. കാരണം ഇതിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് യൂറിക് ആസിഡ് കൂടാനും നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായി കഴിക്കുമ്പോൾ നമുക്കതിലുള്ള സിട്രേറ്റ്സും ആൻറ്റി ഓക്സിഡൻസും നമ്മൾ സ്റ്റോൺ ഫോം ചെയ്യുന്നത് തടയാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മളുടെ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾക്ക് കുറയും. നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതകൾ പിന്നെയും കൂടുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് ഫലപ്രദമായി നമുക്ക് കിഡ്നി സ്റ്റോണിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് പല സർജറികൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹോമിയോപ്പതിയിൽ സ്റ്റോണിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മളുടെ കിഡ്നിയിലാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലാഡറിലാണെങ്കിൽ അല്ല യൂറട്ടറിലാണെങ്കിൽ യൂറത്രയിലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മരുന്നുകൾ നോക്കി നമ്മൾ കൊടുക്കുന്നതാണ്. ഈവൻ സൈഡ് ആൻഡ് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഹോമിയോപ്പതിയിൽ വ്യത്യാസം വരും. മെഡിസിൻസ് ചിലപ്പോൾ ലെഫ്റ്റ് കിഡ്നി ആണെങ്കിൽ ലെഫ്റ്റ് കിഡ്നിക്കുള്ള മരുന്നുകൾ വേറെയാണ്, റൈറ്റിലാണ് റൈറ്റാണ്. ഇത്തരം പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഹോമിയോപ്പതിയിൽ കിഡ്നി സ്റ്റോണിന് മരുന്ന് കൊടുക്കുന്നത്. ഹോമിയോപ്പതിയിലൂടെ വളരെ വിജയകരമായി നമുക്ക് സർജറി ഇല്ലാതെ ഒരുപാട് കേസുകൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.